കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി എന്ന് വെച്ചാൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി എന്നർത്ഥം. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഒരു ചർച്ച ഉയർന്നു വരും. രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ അത് ഉയർന്നു വരികയും വേണം. അത് മറ്റൊന്നുമല്ല, ആരാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്, എവിടെ നിന്നാണ് പദ്ധതി ഉത്ഭവിച്ചത്, ആരാണ് പദ്ധതി പൂർത്തീകരിച്ചത് തുടങ്ങിയ ചർച്ചകൾ നടക്കും. വിവിധ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയർന്നു വരും. KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്നും. അതുകൊണ്ട് ഈ ചർച്ച ഇന്ന് നടക്കും, നാളെയും നടക്കും, കുറച്ച് ദിവസം ഈ ചർച്ച മുന്നോട്ട് പോവുകയും ചെയ്യും. ചർച്ചകളിലൂടെ യാഥാർത്ഥ്യം തുറന്ന് കാട്ടപ്പെടും എന്ന കാര്യം സംശയമേ ഇല്ല. UDF സർക്കാരാണോ LDF സർക്കാരാണോ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്, അതിൽ തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ PN വാസവൻ തുറമുഖ വകുപ്പ് മന്ത്രി അദ്ദേഹം മലയാള മനോരമയ്ക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അവസാനത്തെ ചോദ്യം ഇതാണ്: ആശയത്തിന് തുടക്കമിട്ടത് ആരാണ് എന്ന്. വിഴിഞ്ഞം തുറമുഖം എന്ന ആശയത്തിന് തുടക്കമിട്ടത് ആരാണ് എന്ന മലയാള മനോരമ ലേഖകന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട് PN വാസവൻ. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: വിഴിഞ്ഞം തുറമുഖം എന്ന ആശയത്തെക്കുറിച്ച് ആദ്യമായി പഠനത്തിന് സമിതിയെ നിയോഗിച്ചത് 1996 അധികാരത്തിലെത്തിയ EK നായനാർ സർക്കാരാണ്. ഇതാണ് PN വാസവൻ പറയുന്നത്. ഇതിനു മുമ്പ് ഒരു ചെറിയ ചരിത്ര സംഭവം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ആറ്റിങ്ങൽ MP ആയിരുന്ന വർക്കല രാധാകൃഷ്ണൻ തിരുവനന്തപുരത്തിന്റെ വികസനത്തെക്കുറിച്ച് ഉള്ള ഒരു സെമിനാറിൽ നടത്തിയ പ്രസംഗവും ആ പ്രസംഗത്തെ തുടർന്ന് അദ്ദേഹം പാർലമെന്റിൽ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് സംസാരിച്ചതുമൊക്കെ ചരിത്ര രേഖകളാണ്. സത്യത്തിൽ അവിടെ വെച്ചാണ് ഈ ചർച്ച തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ ആദ്യമായി ഒരു പഠന സമിതി ഈ തുറമുഖം യാഥാർത്ഥ്യമാകാൻ കഴിയുമെങ്കിൽ എങ്ങനെ, അത് ഏത് തരത്തിൽ കേരളത്തിന് അനുയോജ്യമാകും, കേരളത്തിന് ഉപകാരപ്രദമാകും എന്നത് സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ സമിതിയെ നിയോഗിച്ചത് 1996 EK നായനാർ സർക്കാരാണ് എന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: വിഴിഞ്ഞം തുറമുഖം എന്ന ആശയത്തെക്കുറിച്ച് ആദ്യമായി പഠനത്തിന് സമിതിയെ നിയോഗിച്ചത് 1996 അധികാരത്തിൽ എത്തിയ EK നായനാർ സർക്കാരാണ്. തുടർന്ന് വന്ന AK ആന്റണി സർക്കാർ കൂടുതൽ പഠനങ്ങളൊന്നും നടത്താതെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ടെൻഡർ ക്ഷണിച്ചു. കൂടുതലും വിദേശ കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. അവർക്ക് കൊടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച സർക്കാർ പിന്നീട് ഒന്നും ചെയ്തില്ല. തുടർന്ന് 2006 VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തുറമുഖ മന്ത്രിയായിരുന്ന M. വിജയകുമാറിന്റെ ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്ര അനുമതിക്കായി നടപടികൾ സ്വീകരിച്ചു. വീണ്ടും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കും മുൻപ് ഭരണം മാറി. വീണ്ടും UDF സർക്കാർ ഏറെക്കാലം ഒന്നും ചെയ്യാതിരുന്നു. അവസാന ഘട്ടത്തിലാണ് പഴയ സർക്കാർ തുടങ്ങിവെച്ച നടപടിക്രമങ്ങളുടെ ഭാഗമായി വീണ്ടും ടെൻഡർ വിളിച്ചത്. തുടർന്നാണ് അദാനിയുമായി കരാറിൽ ഏർപ്പെടുന്നത്. ആ കരാർ യഥാർത്ഥത്തിൽ സംസ്ഥാന താല്പര്യങ്ങൾക്ക് ദോഷമായിരുന്നു. അന്നും ഇന്നും LDFന്റെ CPMന്റെ നിലപാട് ഒന്നാണ്. ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പിട്ട കരാർ അത് സംസ്ഥാന താല്പര്യത്തിന് എതിരാണ് എന്ന് അന്ന് തന്നെ CPIM LDF പറഞ്ഞതാണ്. അന്നത്തെ ദേശാഭിമാനിയുടെ 1-ാം പേജ് എടുത്തു പിടിച്ച് വലിയ പ്രചാരണം UDF നടത്തുന്നുണ്ട്. UDFന്റെ സൈബർ വിങ് അത് വലിയ പ്രചാരണം ആയി കൊണ്ടാടുന്നുണ്ട്. ആ 1-ാം പേജ് എടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്നത് കടൽ കൊള്ള എന്നാണ്. യഥാർത്ഥത്തിൽ കടൽ കൊള്ള തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് കടൽ കൊള്ള എന്നതിനെ കുറിച്ച് പിന്നീട് പറയാം. PM വാസവൻ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ മാത്രം നമുക്ക് ആദ്യം നോക്കാം. അതിങ്ങനെയാണ്: തുടർന്നാണ് അദാനിയുമായി കരാറിൽ ഏർപ്പെടുന്നത്. ആ കരാർ യഥാർത്ഥത്തിൽ സംസ്ഥാന താല്പര്യങ്ങൾക്ക് ദോഷമായിരുന്നു. ഇടതു പാർട്ടികൾ അന്ന് തന്നെ ആ കരാറിനെ എതിർത്തു. തുറമുഖം കമ്മീഷൻ ചെയ്ത് 15 വർഷങ്ങൾക്ക് ശേഷം മാത്രം സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുന്ന തരത്തിലായിരുന്നു കരാർ ഉണ്ടായെങ്കിലും പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 1-ാം പിണറായി സർക്കാരാണ്. പലവിധ പ്രതിസന്ധികൾ ഉണ്ടായത് മൂലമാണ് ആദ്യ കരാർ പ്രകാരം തുറമുഖ നിർമ്മാണം തീരാതിരുന്നത്. പിന്നീട് കരാർ പുതുക്കിയാണ് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാമെന്ന ധാരണയിലെത്തിയത്. എന്നാൽ അതിനു മുൻപ് തന്നെ കമ്മീഷനിങ് നടത്താമെന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നതാണ് ഇപ്പോഴത്തെ സന്തോഷ വാർത്ത. അതിന്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന ട്രയൽ റൺ എന്നർത്ഥം. എന്ന് വെച്ചാൽ അദാനിയുമായി ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാർ, ആ കരാർ പ്രകാരമല്ല ഇപ്പോൾ തുറമുഖം മുന്നോട്ട് പോകുന്നത്. അത് അടിസ്ഥാനപരമായത് തന്നെയാണ്. അത് ചില മാറ്റങ്ങൾ വരുത്തിയാണ് പിന്നീട് കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ. അന്ന് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, ഈ കരാറിൽ നിന്ന് ഇനി സംസ്ഥാന സർക്കാർ പിൻവാങ്ങിയാൽ അത് ചിലപ്പോൾ കോടതി വ്യവഹാരങ്ങൾക്ക് ഇടയാക്കും, നീണ്ടുപോകും. അത് പദ്ധതി എന്നേക്കും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കരാർ കടൽക്കൊള്ളയാണ് എന്ന് പറയാൻ കാരണമുണ്ട്.
ആ കാരണം അന്നും LDF പറഞ്ഞിട്ടുണ്ട്, ഇന്നും LDF പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ പദ്ധതിയുടെ ആകെ മുതൽ മുടക്ക് 8,867 കോടി രൂപയാണ്. 8,867 കോടിയാണ്. കേരളത്തിന്റെ വിഹിതം എന്ന് വെച്ചാൽ കേരള സർക്കാരിന്റെ വിഹിതം 5,595 കോടി, അതായത് പദ്ധതിയുടെ 63%. ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ 63% ആരാണ് വഹിക്കുന്നത്? സംസ്ഥാന സർക്കാർ. കേന്ദ്ര വിഹിതം 818 കോടി. ആ 818 കോടി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 818 കോടിയും സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് 818 കോടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്ന അവസ്ഥയിലാണുള്ളത്. ആ 818 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മുടക്കുന്നത് എന്ന് വെച്ചാൽ ആകെ വിഹിതത്തിന്റെ വെറും 9%, ആകെ ചെലവിന്റെ 9% മാത്രം. രണ്ടും കൂടി കൂട്ടിയാൽ 72%. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും, കേന്ദ്ര സർക്കാരിന്റെ 9%, സംസ്ഥാന സർക്കാരിന്റെ 63% കൂട്ടിയാൽ 72%. അതിനുശേഷം അദാനി മുടക്കുന്നതോ 2,454 കോടി രൂപ മാത്രം. 2,454 കോടി രൂപ മാത്രം, അതായത് വെറും 28%. അങ്ങനെ 1/4 മാത്രം തുക ചെലവാക്കുന്ന അദാനി ഗ്രൂപ്പിന് പദ്ധതി തീരെഴുതുന്ന വ്യവസ്ഥകളാണ് കരാറിൽ ഉൾപ്പെടുത്തിയത് എന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. വെറും 1/4 തുക ചെലവഴിക്കുന്നവർക്ക് പദ്ധതി കമ്മീഷൻ ചെയ്ത ശേഷമുള്ള 20 വർഷം മുഴുവൻ ലാഭം. അതാണ് കമ്മീഷൻ ചെയ്തതിനു ശേഷം ആദ്യത്തെ 20 വർഷം സംസ്ഥാന സർക്കാരിന് ഒരു തുക കിട്ടില്ല. അത് മുഴുവൻ കൊണ്ടുപോകുന്നത് ആരാണ്? അദാനി തന്നെയാണ്. 3/4 പങ്കും ചെലവഴിക്കുന്ന സർക്കാരിന്, 63% തുക ചെലവഴിക്കുന്ന സർക്കാരിന് ലാഭവിഹിതത്തിൽ 1 രൂപ പോലും ഈ ആദ്യ 20 വർഷം ലഭിക്കില്ല. പിന്നീട് 15 വർഷം സർക്കാരിന് കിട്ടുന്നത് 1% മാത്രം. ലാഭത്തിന്റെ 1% മാത്രമാണ് പിന്നീട് 15 വർഷം സംസ്ഥാന സർക്കാർ കിട്ടുന്നത്. ബാക്കി 99% ലാഭം ആര് കൊണ്ടുപോകും? അദാനി തന്നെ കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ തുക മുടക്കുന്നത് ആര്? 63% സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാരിന് ആദ്യത്തെ 20 വർഷം ഒന്നും കിട്ടില്ല. പിന്നീടുള്ള 15 വർഷം കിട്ടുന്നത് വെറും 1% മാത്രം. ഇതാണ് കരാർ. ഇത് കൊള്ളയല്ലാതെ പിന്നെന്താണ്? ആ കൊള്ളയാണ് എന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്? ഈ പദ്ധതി ഇവിടെ മുടങ്ങിയാൽ അത് എന്നേക്കുമായി പദ്ധതി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും എന്നതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്ന് LDF അന്ന് പറയുന്നു, ഇന്നും പറയുന്നു. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ തുറമുഖ പദ്ധതിയുടെ ഒരു തുടക്കം അത് LDF സർക്കാരിന്റെ കാലത്താണ്, നായനാർ സർക്കാരിന്റെ കാലത്താണ് എന്ന് VN വാസവൻ ചരിത്ര രേഖ ഉദ്ധരിച്ച് പറയുകയും ചെയ്യുന്നു.